എത്രയും എളിമയുള്ള മാം. താങ്ക് യു സോ മച്ച്. ആൻഡ് യെസ്, നമ്മുടെ ഓഡിയൻസ് അടുത്ത് എന്താ പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. അതല്ലേ നല്ലത്. സുഖമല്ലേ എല്ലാവർക്കും? ആർക്കും മിണ്ടുന്നില്ല. സുഖമല്ലേ? ചേട്ടന്മാർ ചുള്ളന്മാരൊന്നും മിണ്ടുന്നില്ല. എന്താ പറ്റി? എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. നിവിൻപോളി ഉദ്ഘാടനം ചെയ്ത ഷോപ്പ് എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ളതും അഭിമാനമുള്ള കാര്യം തന്നെയാണ്. അതിൽ എനിക്ക് രണ്ടാമത് അവിടെ അല്ലേ ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്നത് വലിയ കാര്യമാണ്. അമിഗോസ് എനിക്ക് ഈ ഒരു ഇന്റർവ്യൂ വന്ന സമയത്ത് എന്താ പറയണ്ടേ, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പുള്ളി ഇവിടെ എൻ്റെ ഓണറോടെ ആണോ? ഓക്കെ. ആദ്യം സ്റ്റേജിൽ ആദ്യം നേരെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് വരാനാണ് പറഞ്ഞിരുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞ് ആദ്യം സ്റ്റേജ്, അത് കഴിഞ്ഞിട്ട് ഇനാഗ്രേഷൻ ആയിരുന്നു. കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. കാരണം ചേച്ചിനെ എല്ലാവർക്കും കാണാനായിട്ട്, അനുവിനെ എല്ലാവർക്കും കാണാനായിട്ട് ചേച്ചിനെ വിളിച്ചിട്ട് എനിക്ക് നല്ല ഏജ് ഉണ്ട്. ഓക്കെ, അതെ, എനിക്ക് നല്ല ഏജ് ഉണ്ട്. പക്ഷെ കണ്ടാൽ പറയില്ലല്ലോ, അത് മേക്കപ്പ്. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും കാണാനും സംസാരിക്കാനും വേണ്ടിയാണ് അനു ആദ്യം സ്റ്റേജിലേക്ക് വന്നത്. അപ്പൊ കണ്ടു, സംസാരിച്ചു. നമ്മൾ നേരെ സംസാരിക്കുന്നതിന് മുന്നേ മൈക്ക് പിടിച്ച് വാങ്ങിച്ചു. ഞാൻ ഇങ്ങനെയല്ല, ഞാൻ 2-3 വാക്കിൽ നിർത്താറില്ല. ഞാൻ എല്ലാ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട്, കാരണം ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് അറ്റം വരെ വന്നതല്ലേ, ഈ തൃശ്ശൂർ വരെ. അപ്പൊ വിശേഷങ്ങൾ ചോദിക്കണ്ടേ? വന്നപ്പോ തന്നെ എല്ലാവരുടെയും മുഖത്ത് ഭയങ്കര ചിരി. സുഖമല്ലേ? ഞാൻ ഭയങ്കര സന്തോഷത്തിലാ. കാരണം എന്ന് വെച്ചാൽ രാവിലെ എത്തിയപ്പോൾ ഞാൻ ഈ ഒരു ഇനാഗുറേഷൻ വന്നപ്പോൾ തന്നെ ഗുരുവായൂരിനടുത്തെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അറിയാമല്ലോ, ഗുരുവായൂരിന്ന് കേൾക്കുമ്പോൾ അമ്പലത്തിൽ പോയി തൊഴാന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതും അമ്പലത്തിനകത്ത് കയറാന്നുള്ളത് അതും വലിയൊരു ഭാഗ്യമാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും ഒറ്റയ്ക്കേ ഉള്ളൂ, രാവിലെ പോയി ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന് തൊഴാം എന്ന് വിചാരിച്ചാണ് ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് തൊഴുതിട്ട് കുറച്ച് സമയം അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് വെറുതെ അവിടെ ഇരുന്ന സമയത്താണ് എന്നോട് അകത്തുനിന്ന് ഒരാൾ ചോദിച്ചു അകത്ത് കയറുന്നുണ്ടോ എന്ന്. ഈശ്വര, ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. 4ാമത്തെ തവണയാണ് ഗുരുവായൂരിൽ തൊഴാൻ വേണ്ടി വരുന്നത്. ഞാനിന്ന് നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഈ 4 പ്രാവശ്യം വന്നതിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് തൊഴുന്നത് ഈ പ്രാവശ്യമാണ്. ഒരുപാട് ടൈം എനിക്ക് അവിടെ നിൽക്കാൻ പറ്റി. അത് വലിയൊരു ഭാഗ്യമാണ്. അത് അമിഗോസിൽ വന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇനാഗ്രേഷൻ ചെയ്തിട്ടുള്ളത് സലൂണാണ്. എനിക്കിഷ്ടവും അതാണ്. കാരണം നിങ്ങളിപ്പോൾ എന്നെ കണ്ടിട്ട് എൻ്റെ മേക്കോറും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. നമുക്ക് എപ്പോഴും സുന്ദരികളായിട്ടിരിക്കാനും സുന്ദരന്മാരായിട്ടിരിക്കാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും.